ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു പുതിയ യൂട്യൂബറുടെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു പാവപ്പെട്ട ഒരു സഹോദരി അവരവരുടെ അനുഭവം പറയുകയായിരുന്നു, പങ്കുവെക്കുകയായിരുന്നു. അതായത് ഒരു പുതിയ ചാനൽ തുടങ്ങി നിരവധി പേര് കമൻസിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുമോ തിരിച്ചും ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് കമൻസ് ഇട്ടു. ശേഷം അവർ സബ്സ്ക്രൈബ് ചെയ്തു, അവർ തിരിച്ചും ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സബ്സ്ക്രൈബ് ചെയ്തവർ അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് കുഞ്ഞു പോകുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ദിവസം 5ഉം 10ഉം എല്ലാം പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ പുതിയൊരു ആളെന്ന നിലയ്ക്ക് എനിക്കും ഒരു ടെൻഷനായി. കാരണം നമ്മളും ഓരോ ദിവസവും ഒരാളെങ്കിലും കൂടുമ്പം നമുക്ക് ഒരുപാട് സന്തോഷമാണ് അല്ലേ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സിന് പറഞ്ഞാൽ അതിൻ്റേതായ ഫെസിലിറ്റീസ് ഉണ്ട് അവർക്ക്. നമ്മളെപ്പോലെ ചെറിയ തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നാമത് ഒരുപാട് അറിവുകളില്ല. രണ്ടാമത് നമ്മുടെ കയ്യിൽ അതിനുള്ള സാങ്കേതിക വിദ്യകളൊന്നുമില്ല. നമുക്ക് ഒരു ഫോൺ മാത്രമായിരിക്കും കയ്യിലുണ്ടാവുക. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, വീട്ടിലുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കി, കുഞ്ഞുങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആലോചിച്ച് എഴുതി തയ്യാറാക്കി അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തമ്പനെല്ലാം സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ വരുന്നു, ഒരാളെങ്കിലും ഓരോ ദിവസം കൂടുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെ നമുക്ക് കമൻസ് ആയിട്ട് ഓരോരുത്തർ വന്ന് ചോദിച്ച് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളെങ്കിലും കൂടണമല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ അതിൽ ചിലരെങ്കിലും ഇങ്ങനത്തെ ഒരു ചതിവ് കാണിക്കുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടല്ല, ഒരു മാനസിക വിഷമത്തിന് ഇടയാക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സഹോദരി ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു 1, 2 അല്ല 5ഉം 10ഉം എല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ അത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരാളുടെ വീഡിയോ, നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അവരുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളത് ചെയ്യുക. പക്ഷേ ഒരു പ്രത്യേക എയിം ചെയ്ത്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം എന്ന ഉദ്ദേശത്തിൽ ഞാൻ തുടക്കക്കാരുടെ അടുത്ത് കമൻസ് ഇട്ട് അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എന്തിനത് ചെയ്യുന്നുവെന്ന് എനിക്കറിയില്ല. അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നുവെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഒരു സബ്സ്ക്രൈബ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് കൊണ്ട് മാത്രം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പിന്നെ അവരുടെ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കണ്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അത് അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എന്താലോചിച്ചിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. അവരുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊരു ഭയപ്പാടോടുകൂടിയാണ് ഇരുന്നത്. കാരണം നാളെ എനിക്കും ഇങ്ങനെ സംഭവിക്കുമെന്നറിയില്ലല്ലോ. സംഭവിക്കുമെന്നറിയില്ലെന്നല്ല, സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം 5ഉം 10ഉം ഒന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയില്ലെങ്കിലും 2 പേര് ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ 2 പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അതിലിപ്പം എനിക്കും ഒരുപാട് കമൻസ് വന്നിരുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ അയക്കുന്നവരെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഞാനും ഇപ്പം ഏതെങ്കിലും ഒരാളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. പണ്ട് ഒരുപാട് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് ആർക്കെങ്കിലും അറിയാം, ഞാൻ യൂട്യൂബ് ചാനൽ, അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ മറ്റൊരാളുടെ വീഡിയോ കാണാനും അവർ കമൻറ്റ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ എനിക്കും ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഞാനും നല്ല വീഡിയോസ് കണ്ടാൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലുമുണ്ട്. പക്ഷേ നമ്മളോട് ഇത് ആവശ്യപ്പെട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ആരാണിത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞാനതിൽ 2 കാരണമാണ് കാണുന്നത്. ഒന്നാമത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവും. അതായത് അവരുടെ ചാനലിൽ ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞ് അവർ വേണേൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചതിവായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പാമായി വേണമെങ്കിൽ യൂട്യൂബ് തന്നെ അത് സബ്സ്ക്രൈബ് സ്വീകരിക്കാതെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 2 കാരണമാണ് ഞാനിതിൽ കണ്ടത്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കും ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. രണ്ട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് നമ്മൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ ആരാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു, നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചതുപോലെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം നമ്മളൊരു ചതിവായിരിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരുപാട് റിക്വസ്റ്റ് വന്നതല്ല, ഞാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നാളെയും ചിലപ്പോൾ നല്ല വീഡിയോസ് കണ്ടാൽ ഞാൻ ഇനിയും ചെയ്യും. പക്ഷേ നമ്മൾ ഒരാളുടെ അക്കൗണ്ടിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞത് എന്തിനത് അത് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒറ്റ കാര്യം പറയുള്ളൂ, ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് എന്നെപ്പോലെ എനിക്കൊന്നും അറിയില്ല. കാരണം ഞാനും ഒരുപാട് ടെക് ചാനൽസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എൻ്റെ എത്ര പോലും എനിക്ക് തീരെ അറിവില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ എൻ്റെ എത്രയും പോലും അറിവില്ലാത്ത ഒരുപാട് പുതിയ ചാനൽ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാൻ ഇടുന്ന കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒബ്വിയസ്ലി ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേങ്കിൽ
നമുക്കിങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന പറയുന്നത് ഒട്ടും ഫെയർ ആയ ഒരു കാര്യമല്ല. താല്പര്യമുള്ളവർ മാത്രം കാണുക. നമുക്ക് ഒരിക്കലും ഒരാളെ നിർബന്ധിപ്പിച്ച് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് ടെക് ചാനലുകൾ കണ്ട് പരിചയമുള്ളതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ കുറേ നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നമ്മളിത് അയച്ചു കൊടുത്താലും അവരെല്ലാവരും ഇത് കാണണമെന്നില്ല അല്ലേ? കാരണം നമുക്ക് എത്ര പേർക്ക് നമ്മൾ ഈ ലിങ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ അവരെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ വാച്ച് അവർ കൂടും. പക്ഷെ അവർ കാണുന്നില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണത്. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അവർ ആരും ഇത് അൺഫോളോ ചെയ്ത് പോകുന്നില്ല. അതൊരു സത്യമായ കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളെപ്പോലെ പുതിയ ആൾക്കാർക്ക് ആദ്യം തന്നെ ഒരു വിഷമം ഉണ്ടാക്കരുത്. അതൊരു ഭയങ്കര ഒരു സങ്കടമാണ്. നമ്മൾ ചിന്തിക്കുമോ വേണ്ട ഇതിന് ഇനി ഇറങ്ങി തിരിക്കണ്ട എന്ന്. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഉള്ളിൽ ടെൻഷനാണ്. അല്ലെങ്കിൽ ഫ്രീസ് ആയ ഒരു ചാനലായിരിക്കണം, നിരന്തരം വീഡിയോ ഇടാത്ത ഒരു ചാനലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പം അൺസബ്സ്ക്രൈബേഴ്സ് കൂടുതലായിരിക്കും. പക്ഷേ ഇത് നമ്മൾ നിരന്തരം ചെറിയ ഷോർട്സ് ആണെങ്കിൽ ഇടുന്ന ഒരു ചാനലിൽ ഇങ്ങനെ കൊഞ്ഞു പോകുമ്പോൾ അതൊരു വിഷമമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ചെയ്തില്ലാത്തൊരു കാര്യമല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് അത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വലിയ കടലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കുരുക്കുകളും ചതിക്കുഴികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് നമുക്ക് ഒരുപാടൊന്നും അറിയില്ല. നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. ഇത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ദയവ് ചെയ്ത് അത് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷെ ചെയ്തിട്ടത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ല, ഒരു മാനസികമായിട്ടൊരു വിഷമമുള്ളൂ. തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കുകയുള്ളൂ, മുന്നേറാൻ പറ്റുള്ളതെല്ലാം ശരി തന്നെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇത്രയും പേര് കൊഴിഞ്ഞെല്ലാം പോകുമ്പോൾ 2 പേര് പോയപ്പോൾ തന്നെ എനിക്ക് ആകെ മാനസികമായിട്ടൊരു വിഷമമായി. പക്ഷേ 5ഉം 10ഉം എല്ലാം പേര് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ വിഷമമായിരിക്കും. ഇത് നിർത്താൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കുമല്ലോ ഓരോ ചാനലും തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അത്രയും ക്രൂരത ആരും കാണിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും എന്തെങ്കിലും ഒന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.